ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റാംബ്ല ഡയറക്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ ഒരു ട്രാവൽ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കൊറോണയാണ്, അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ഇത് ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം തന്നെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു കടമ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിന് സഹകരിക്കണം. ഗവൺമെൻറ് അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സഹകരിച്ച് തന്നെ പോകണം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ബാക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അത് കാരണം ഉണ്ടായി ഒരുപാട് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ളൊരു ബൈക്കാണ് എൻ്റെ ബുള്ളറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. ഞാനിത് മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 സെപ്റ്റംബർ 28 ഞാൻ ഈ ബുള്ളറ്റ് മേടിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. നല്ല ഡ്രീം ബൈക്കായിരുന്നു ബുള്ളറ്റ് 350. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് 500 എടുക്കണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ 500 മൈലേജും അങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു കാരണം നമ്മൾ ബുള്ളറ്റ് 350 എടുത്തത്. 350 cc ഒക്കെ നമുക്ക് മതി. നമ്മുടെ റൂട്ടൊക്കെ അനുസരിച്ച് വെച്ച് നമുക്ക് ഇച്ചിരൂടെ ഒരു തെറ്റപ്പാന്ന് വിചാരിച്ചായിരുന്നു 500 നോക്കിയിരുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്നും പിന്നെ ഇതിൻ്റെ ലൈഫിന് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ടിപ്പുകളൊക്കെയാണ് കുറച്ച് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BS4 ബൈക്കുകൾക്കെല്ലാം തന്നെ ഈ ഫുൾ ടൈം ലൈറ്റ് ഓണായിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS3 ബുള്ളറ്റിൻ്റെ എൻജിൻ സ്വിച്ചാണ് ഞാൻ ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് ഓഫ് ആക്കി ഇടാൻ പറ്റും. അങ്ങനെ വെച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലൈഫ് കൂടും, ആ ഹെഡ്ലൈറ്റിൻ്റെ ബൾബിൻ്റെ ലൈഫും കൂടും. പിന്നെ പോരാത്തതിന് നമ്മൾ ഞാൻ ചെയ്തേക്കണത് ഫ്യൂവൽ ഫിൽട്ടറാണ്. ഇത് നല്ലൊരു സാധനം തന്നെ കേട്ടോ. വിലയോ തുച്ഛം ഗുണമോ മെച്ചം അങ്ങനെ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാര്യം പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാവുന്നുണ്ടെങ്കിലും ഈ കരട് അങ്ങനെയുള്ള സാധനങ്ങളോ കാർബറേറ്ററിൽ പോകാതെ നല്ലൊരു ഫ്യൂവലായിട്ട് അങ്ങ് ചെല്ലും. നമ്മുടെ എൻജിൻ്റെ ലൈഫ് വരെ കൂടും. അപ്പോൾ 20 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ യാതൊരു കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ മൂന്നാമതായി ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയർ. അടിപൊളി ക്യാരിയർ തന്നെ കേട്ടോ. അടിപൊളി സാധനം എന്ന് പറയാം. ടച്ചിൻ്റെ ഫിറ്റ് ആണ് ഇത്. അപ്പോൾ നല്ലൊരു അടിപൊളി സാധനമാണ്. ചില 50 കിലോ ഒക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് ലഗേജൊക്കെ നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് വെക്കുകയും ചെയ്യാം. നല്ല ബലമുണ്ട്, നല്ലൊരു ക്വാളിറ്റി കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, മേടിച്ച് അന്ന് തന്നെ ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇത്രയും ഒരു ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റിലാണെങ്കിൽ ചെറിയ ഇത് കിട്ടും. പക്ഷേ ഇതിൻ്റെ വിലയാണെങ്കിൽ തീരെ ചെറിയ വിലയുള്ളൂ. 400 രൂപയുള്ളൂ ഈ സാധനത്തിന്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന ഇവിടെ കുറച്ച് ചെറിയൊരു സാധനമുണ്ട്, അതിനൊക്കെ ഭയങ്കര വില മേടിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ബലമുള്ളതാണ്. കാരണം വെച്ചാൽ ഇത് ഈ സീറ്റിൻ്റെ ഇവിടെയും ഒരു നട്ടും ബോൾട്ടും വെച്ച് ഫിറ്റ് ചെയ്തേക്കുക. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ് ഈ സാധനം. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അടുത്തായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തേക്കുന്നത് ഈ ഹിമാലയൻ്റെ മിററാണ് ഞാൻ വെച്ചേക്കുന്നത്. ഹിമാലയൻ്റെ മിറർ. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ഹൈറ്റും വൈഡായിട്ടുള്ള ഇച്ചിരൂടെ സൈസുള്ളതാണ്. അപ്പം നമുക്ക് ഇച്ചിരൂടെ നല്ല ഒരു വ്യൂ തന്നെ കിട്ടും നമുക്ക്. പിന്നെ ഈ ടാങ്കിൽ ഇതെല്ലാവരും വെക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു നിൽക്കുമ്പോൾ ടാങ്ക് പോറായിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചേക്കണം. പിന്നെ അത്രയൊക്കെ തന്നെ ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസറിനകത്ത് ഭയങ്കര തുരുമ്പായിരിക്കും ഈ സാധനത്തിന്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതും കൂടെ ഞാൻ വാറണ്ടിയിൽ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 3ാമത്തെ സൈലൻസറായിരിക്കും. ഞാൻ ബുള്ളറ്റ് ഫാനാണ്. ഞാൻ അതുകൊണ്ട് ഫാൻസിൻ്റെ ചാനൽ പൂട്ടിക്കല് അപേക്ഷിക്കുകയാണ്. അപ്പോൾ
ഞാൻ കാര്യം നമ്മളൊരു ഓണറാണ്, അപ്പോൾ ഓണർഷിപ്പ് റിവ്യൂ ആണ്. ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തുരുമ്പെടുക്കൽ കുറേ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കംഫർട്ടെന്ന് പറഞ്ഞാൽ റൈഡിങ് കംഫർട്ടല്ല, നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ റൈഡിങ് കംഫർട്ടെല്ലാം ഉണ്ട്. നല്ല നല്ല ഹൈറ്റുള്ള വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ എല്ലാം ഒക്കെ ആയി സീറ്റും എല്ലാം കൊണ്ടുപോകുന്ന നല്ല അടിപൊളി കംഫർട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ ചെയ്തേക്കണ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹോണങ്ങ് ഫിറ്റ് ചെയ്തു. സ്റ്റാൻഡേർഡ് 500ൻ്റെ ഹോൺ തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ ഒരു സിംഗിൾ ഹോണായിരുന്നു, അത് ഞാൻ സ്റ്റാൻഡേർഡ് 500ൻ്റെ വെച്ചു. പിന്നെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലതല്ല. ഇതിനകത്ത് വെള്ളം കയറിയ ബാറ്ററി പോകാൻ സാധ്യതയുണ്ട്. ഞാനിത് അധികം വയ്യാതെ അയച്ചു കളയും. ഹസാർഡ് ലൈറ്റാണ് വെച്ചേക്കണം. പക്ഷേ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഹസാർഡ് ലൈറ്റ് ഇടുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്കാണ്. നമ്മൾ വേറെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ അതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. ഇത് ചുമ്മാ ഷോർട്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് വരാവുന്ന ഒരു മെയിനായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രോബ്ലം റസ്റ്റിംഗ് പ്രോബ്ലം. അത് ഞാൻ പറഞ്ഞല്ലോ, സൈലൻസറിനകത്ത് വരുന്നുണ്ട്. പിന്നെ പല ഭാഗത്തുണ്ട്. ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നുണ്ട്. കാരണം ഇതൊരു വാട്ടർ പ്രൂഫ് ബോക്സ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ടൂൾ കിറ്റൊക്കെ മാക്സിമം പ്ലാസ്റ്റിക് കവറിനകത്ത് വയ്ക്കുക. ടൂൾ കിറ്റ് പിന്നെ എല്ലാവരും തന്നെ ലൈസൻസും ഈ പറയണ RC ബുക്കും എല്ലാം ഇതിനകത്ത് തന്നെയാണല്ലോ വയ്ക്കണേ. അപ്പോൾ ഇതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങളത് പ്ലാസ്റ്റിക്കിനകത്ത് കവർ ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതും തന്നെ ഒരു സേഫ്റ്റി ഇല്ല. ഇതിനകത്ത് ബാറ്ററി ഇരിക്കുന്ന സാധനം. എന്നിട്ട് പോലും കമ്പനി എന്നാ ചെയ്യണൊക്കെ ഈ പറയണ ഇതിനകത്തോടെയൊക്കെ വെള്ളമൊക്കെ കയറും. അതൊന്നും ഒരു ഇതില്ലാത്ത രീതിയിലാണ്. ഇതിനാണ് ഇത്രയും ക്വാളിറ്റി കുറയ്ക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വണ്ടികൾ വിറ്റ് പോകുന്ന. പിന്നെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഈ കാണുന്ന ഈ 2 ബൾബ് എപ്പോഴും അടിച്ചു പോക്കാം. ഒരു രക്ഷയില്ല, അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇനി ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും 48 രൂപ കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? പക്ഷേ ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 8 രൂപയ്ക്ക് കിട്ടും സാധനം. 8 രൂപയ്ക്ക് ഈ ബൾബ് കിട്ടുന്നതാണ്. ഇത് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഹെഡ്ലൈറ്റിനകത്തുള്ള സ്പാർക്ക് ബൾബ് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത സാധനം. ഇൻഡിക്കേറ്റർ അങ്ങനെ ഇതുവരെ അടിച്ചു പോയിട്ടൊന്നുമില്ല. എന്താ അടിച്ചു പോകുന്നത് മനസ്സിലാവുന്നില്ല. ഈ സ്വിച്ചൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം അടിച്ചു പോകുന്നുണ്ട്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബൾബിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ആംബിയർ മീറ്ററിനകത്ത് സ്പീഡോ മീറ്ററിനകത്ത് ബൾബ് ഈ ചെറിയ ചെറിയ ബൾബുകൾ മാത്രമാണ് അടിച്ചു പോണേ. കമ്പനിയുടെ സാധനം തന്നെ. എന്നിട്ട് ഞാൻ കമ്പനിയുടെ 2-3 വട്ടം വെച്ച് നോക്കി, പിന്നീട് രക്ഷയില്ല. അതിനെക്കാട്ടും ലൈഫ് പോകുന്നത് എനിക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന 8 രൂപയുടെ ബൾബിന് തന്നെയാണ്. പിന്നെ വരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസറിൻ്റെ തുരുമ്പ് തന്നെയാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചെയിൻ ലൂബ് ചെയ്യുക. അതായത് 500 കിലോമീറ്റർ ഓടുമ്പോഴാണ് ചെയിൻ ലൂബ് ചെയ്യാൻ കമ്പനി പറയുന്നതെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ പൊടിയൊക്കെ അടിച്ചിട്ട് നമ്മുടെ ചെയിനിൻ്റെ ലൂബൊക്കെ അത്യാവശ്യം അത്ര ക്ലീൻ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കണമെന്ന് പറഞ്ഞാൽ ചെയിൻ ഇതുപോലെ നന്നായിട്ട് നല്ല രീതിയിൽ നനഞ്ഞ് തന്നെയാണ് ഇരിക്കണമെന്ന് നോക്കുക. ലൂബ് കൊണ്ട് നനഞ്ഞിരിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നല്ല ലൈഫ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ചെയിനെല്ലാം പോകും. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പിൻ്റെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട. ഒരുപാട് ഭാഗമുണ്ട് തുരുമ്പ് പിടിക്കുന്ന ഭാഗങ്ങൾ. ഈ മെയിനായിട്ട് തുരുമ്പ് പിടിക്കുന്ന സൈലൻസറാണെങ്കിലും വേറെ പല ഭാഗത്തൊക്കെ തുരുമ്പുണ്ട്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലരുടെയും വണ്ടികൾ മഴയത്ത് സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയാറുണ്ട്. അതെന്താണ് പ്രശ്നം എന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലുള്ള ചേട്ടനാണ് പറഞ്ഞത്. ഈ വണ്ടിക്ക് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഈ എൻജിൻ്റെ ഭാഗത്ത് ഇതിനകത്ത് നിറച്ച് വെള്ളം കയറും. ഈ വെള്ളം കയറുമ്പോൾ ഇത് ലീക്കായി പോകാൻ വേണ്ടി ഒരു ഭാഗമുണ്ട്, അത് അടഞ്ഞിരിക്കുന്നതാണ് പ്രശ്നം. അതിൻ്റെ ആ ലീക്കായി പോകാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാണിച്ചു തരാം. ഈ കാണുന്ന ഇതുണ്ട്, ഈ ഹോള് ചിലപ്പോൾ ഈ വേട്ടാവളീനെ കയറി അടഞ്ഞിരിക്കുമായിരിക്കും. അതിന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യുക. നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറെ
വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ചെയ്യാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. എനിക്കറിയാം. ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ മിനിമം ഒരു 2 മിനിറ്റെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. കാരണം കമ്പനി തന്നെ പറയുന്നുണ്ട് 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഓയിലൊന്ന് പമ്പ് ചെയ്ത് മേളിൽ വരെ കയറണം. പിന്നെ മേളിൽ വരെ ചെയ്യണം. എന്നാൽ ഒരു തേയ്മാനമൊന്നും ഉണ്ടാവാതിരിക്കും. അങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. റേസ് ചെയ്യില്ല, ഒരിക്കലും റേസ് ചെയ്തേക്കില്ല. നിങ്ങളുടെ ഉറപ്പായിട്ടും എൻജിൻ പണി കിട്ടും. പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഈ ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്കിന് തന്നെ ഇപ്പോൾ തന്നെ 10 കിലോ ഓൾറെഡി തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് ചെരിഞ്ഞിരിക്കുമ്പോൾ ഇനി വണ്ടിക്കകത്തുള്ള ക്രാങ്കൊക്കെ തേയ്മാനം വരും. അതുകൊണ്ടാണ് നമ്മളോട് മെക്കാനിക്സൊക്കെ പറയണത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സൈഡ് സ്റ്റാൻഡിൽ വെക്കരുത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഈ ബ്രേക്ക് ലിവർ. ഈ ബ്രേക്ക് ലിവർ പലപ്പോഴും നമ്മൾ കോർണറിങ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സംഭവിക്കാറുള്ളത് ചെറിയ വളവ് മതി, വളവിലിങ്ങനെ ഉടയും. പിടിക്കേണ്ട അതാണ് ഉടയുകയാണ് ചെയ്യണത്. പിന്നെ ഇച്ചിരി കൂടെ ഒരു മെച്ചപ്പെടുത്താനെന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ ടയറിൻ്റെ സൈസ്. ഇതൊരുമാതിരി ഇച്ചിരി ഭയങ്കര ചെറുതാണ്. സാധാരണ നോർമൽ ബൈക്കിൻ്റെ കൂട്ട് ടയറിൻ്റെ സൈസാണ്. അപ്പം അത് ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്തായിരുന്നു. അത് ഇച്ചിരി കൂടെ 500ൻ്റെ പോലെയും അല്ലെങ്കിൽ ക്ലാസ് ഇന്ത്യൻ്റെ പോലെയും ഒരു സൈസ് കൊടുക്കാമായിരുന്നു. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കാര്യം. പിന്നെ ഈ പലർക്കും മഴയത്ത് പ്രത്യേകിച്ച് തണ്ടർബേർഡ് പോലുള്ള ബൈക്കുകൾ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് സിമ്പിളായിട്ടുള്ള ഇവിടെ ആയിരിക്കും. കാരണം ചിലപ്പോൾ ഈ മഴയത്ത് ഈ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഇവിടെ കൂടെ വെള്ളം ഇറങ്ങും, ഇതിനകത്ത് കെട്ടിയിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഹോളൊന്ന് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ ഹോളിനകത്തോടെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന വെള്ളം കെട്ടിക്കിടക്കുന്നത് ലീക്കായി പോകണ്ടേ. അപ്പോൾ ഈ ഭാഗം ചിലപ്പോൾ വേട്ടാവളിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ കയറി അടഞ്ഞിരിക്കുകയാകും. അപ്പോൾ ഈ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനി ഇതിനകത്ത് കുറച്ച് അപ്ഗ്രേഡേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വണ്ടി എനിക്ക് ഫുള്ളി നല്ലതാണ്. കാരണം വെച്ചാൽ ഞാൻ മേടിച്ചപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ഞാനൊരു ഡിസ്ക് ബ്രേക്ക് വയ്ക്കും. ഡിസ്ക് ബ്രേക്കിന് ഒരു 12,000 രൂപയോളം വരുന്നതാണ് പറയുന്നത്. ഡിസ്ക് ബ്രേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ചെയ്യാം. പിന്നെ ടയറിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതും ചെയ്യാനുള്ള ഒരു പ്ലാൻ. വേറെ ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ എല്ലാം ഫുൾ ഓക്കെയാണ്. പിന്നെ ബാക്കി ഓക്കെയാണ്. ഞാൻ ഓഫ് റോഡൊക്കെ പോയത് നന്നായിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് എല്ലാം കാര്യം വെച്ച് നോക്കുമ്പോൾ ഓഫ് റോഡും ടൂറിങ്ങിലും എല്ലാം നല്ല ഇതാണ്. ഇതിനെ ഇത് ആരൊക്കെ മേടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരിക്കലും ഇതൊരു സ്പോർട്സ് ബൈക്കല്ല. ഇത് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരിക്കലും മേടിക്കാൻ പോകണ്ട. അതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഇത് നോർമലായിട്ട് നമുക്കൊരു പയ്യ അല്ലെങ്കിൽ ഒരു മെച്യൂർഡായിട്ടുള്ള ആൾക്കാർക്ക് ഓടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ടൂറിങ്ങിന് ഉദ്ദേശിച്ചാണ് മേടിക്കുന്നതെങ്കിൽ ഈ വണ്ടി അടിപൊളിയാണ്. അല്ലാതെ ചുമ്മാ നല്ല 100-150 പറപ്പിക്കാനാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ആകെപ്പാടെ 100 തന്നെ കഷ്ടിച്ച് കയറണം. പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭയങ്കര ഇച്ചിരി പാടാണ്. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ ക്രാങ്ക് വെയിറ്റ് കാരണമാണ് ഓവർടേക്ക് ചെയ്യാൻ പാടാവുന്നത്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് നമ്മൾ ശീലമായിക്കുമ്പോൾ ഓക്കെ. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാറുള്ള പോലെ വണ്ടിക്ക് ഹെവി വെയിറ്റാണ്. അത് കാരണം പാടാണ് ഓഫ് റോഡിനും അല്ലാതെ എന്തെങ്കിലും ചെരിയോ റിവേഴ്സ് എടുക്കാനോ അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല. നമ്മളൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഓടിച്ച് അല്ലെങ്കിൽ ഒരാഴ്ച ഓടിച്ച് ശീലമായി കഴിയുമ്പോൾ ഇതൊരു വെയിറ്റായിട്ടൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. അത് വേറെ ഇതാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോയി ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ക്രാഷ് ഗാർഡ് മേടിക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും റോപ്പിൻ്റെയൊക്കെ വെക്കാറുണ്ട്. ഇത് വെച്ച് കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോപ്പ് നനഞ്ഞിരിക്കുമ്പോൾ ഇതിൻ്റെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിങ്ങനെ കാര്യങ്ങൾ ബൈക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഡൗട്ട് ഞാൻ പറയാൻ വിട്ടുപോയി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ ഒരുപാട് കുറ്റങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇച്ചിരി നന്നായിട്ട് മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ പറയണേ. കാരണം
അത് ഇച്ചിരി അറിയണം. അത് മേടിക്കാൻ പോകുന്നവർ അറിഞ്ഞിട്ട് മേടിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ മേടിക്കാൻ പോവുകയാണെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് മാത്രം മതി എന്നുള്ളതാണ് പ്ലാനെങ്കിൽ ബുള്ളറ്റ് എക്സ് എടുത്താൽ മതി. അതാകുമ്പോൾ നേരെ 10,000 രൂപയോളം കുറവുണ്ട്. ഇനി അതാ ഈ പറയുന്ന ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് പറഞ്ഞാൽ ഞാൻ മേടിക്കുന്ന സമയത്ത് ഇത് 1,35,000. ഇപ്പോൾ 1,35 ആണ് ബുള്ളറ്റ് എക്സ് കിട്ടുന്നത്. ഇതിന് ഏതാണ്ട് 1,45. ഇങ്ങനെയാണ് ഇത് ഒരു റേറ്റ് വരുന്നത്. പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് കോസ്റ്റസൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ സർവീസ് സമയത്ത് നമുക്കൊരു 800 തൊട്ട് 1,200 വരെയാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. പെയ്ഡ് സർവീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1,400 തൊട്ട് 1,800 2,000 റേഞ്ച് വരെയാണ് ഇതിൻ്റെ സർവീസ് കോസ്റ്റസ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.